ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ പറയുന്ന ഈ 10 ഭക്ഷണങ്ങൾ നിങ്ങൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ക്യാൻസറിൻ്റെ റിസ്ക് വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ സരസ്യയ്ക്ക് QNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ. അപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കും ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഒന്നാമത്തത് ബ്രൊക്കോളി, രണ്ടാമത്തത് ബെറീസ്, മൂന്നാമത്തത് ഗാർലിക്, നാലാമത്തത് കുർക്കുമിൻ അതായത് മഞ്ഞൾ, അഞ്ചാമത്തത് നട്ട്സ്, ആറാമത്തത് സീഡ്സ്, ഏഴാമത്തത് ഫ്ലാക്സ് സീഡ്സ്, എട്ടാമത്തത് മഷ്റൂംസ്, ഒമ്പതാമത്തത് ഗ്രീൻ ടീ, പത്താമത്തതാണ് ടൊമാറ്റോസ്. അപ്പോൾ ഈ പറയുന്ന 10 ഭക്ഷണങ്ങൾ നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ക്യാൻസർ വരെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് 73% ക്യാൻസറിൻ്റെ റിസ്ക് ആണ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം ഇതൊക്കെ എങ്ങനത്തെ രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ള കാര്യം. ഒന്നാമത്തതാണ് ബ്രൊക്കോളി. ബ്രൊക്കോളി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ക്രൂസിഫറസ് ആയിട്ടുള്ള വെജിറ്റബിൾ ആയി എന്നുള്ള കാര്യം. ഇതിൽ സൾഫോറഫീൻ എന്ന് പറഞ്ഞിട്ടുള്ള കീ കോമ്പൗണ്ട് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഇതിന്റെ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഡീടോക്സിഫിക്കേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ കോസ് ചെയ്യുന്ന ആ സെല്ലിന് നശിക്കാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു. റിസർച്ചിൽ പറഞ്ഞിട്ടുണ്ട് ബ്രൊക്കോളി നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ കോളോറക്ടൽ, അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ്, ബ്രസ്റ്റ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ക്യാൻസറൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. ഇപ്പൊ രണ്ടാമത്തതാണ് ടെർമറിക്. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കീ കോമ്പൗണ്ട് ആയിട്ട് കുർക്കുമിനാണ് അടങ്ങിയിട്ടുള്ളത്. ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് ട്യൂമർ സെൽ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഈ ഒരു മഞ്ഞളൊക്കെ നല്ല രീതിയിൽ നമുക്ക് അബ്സോർപ്ഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ അല്പം ഒരു കോമ്പിനേഷൻ രീതിയിൽ പെപ്പറും കൂടെ ആഡ് ചെയ്യാം. മൂന്നാമത്തതാണ് വെളുത്തുള്ളി. നിത്യേന നമ്മുടെ പാചകത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് വെളുത്തുള്ളി. ചിലർക്കാർക്ക് ഇഷ്ടമായിരിക്കും, ചിലർക്കാർക്ക് തീരെ ഇഷ്ടം ഉണ്ടാവുകയില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, വെളുത്തുള്ളിയിൽ കീ കോമ്പൗണ്ട് ആയിട്ടുള്ള എലിസിനാണ് അടങ്ങിയിട്ടുള്ളത്. ഇതിൽ ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ആണ് അടങ്ങിയിട്ടുള്ളത്. അതായത് ശരീരത്തിലെ നീർക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതൊപ്പം തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ക്യാൻസർ സെൽ ഗ്രോത്തിനെ അത് സ്ലോ ഡൗൺ ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻ റിസർച്ചിലും അതുപോലെ തന്നെ സ്റ്റഡീസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ വെളുത്തുള്ളി കഴിക്കുന്ന സമയത്ത് റിസ്ക് ഓഫ് അതായത് ലോവർ ചെയ്യും റിസ്ക്. ഒന്ന് സ്റ്റൊമക് ക്യാൻസറിൻ്റെയും അതുപോലെ തന്നെ കോളോറക്ടൽ ക്യാൻസറിൻ്റെയും. ഇനി നാലാമത്തതാണ് ഗ്രീൻ ടീ. ഗ്രീൻ ടീയിൽ EGCG എന്ന കോമ്പൗണ്ട് ആണ് അടങ്ങിയിട്ടുള്ളത്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ക്യാൻസർ സെൽ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. റിസർച്ചിലും സ്റ്റഡീസിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ദിവസം ഗ്രീൻ ടീ നമ്മൾ കുടിക്കുന്ന സമയത്ത് ബ്രസ്റ്റ് ക്യാൻസർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ ഒഴിവാക്കാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ദിവസവും ഗ്രീൻ ടീ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അഞ്ചാമത്തതാണ് ബെറീസ്. ബെറീസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സ്ട്രോബെറീസ് ഉണ്ട്, റാസ്ബെറീസ് ഉണ്ട്, ബ്ലൂബെറീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ കീ കോമ്പൗണ്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ആന്തോസയാനിൻസ് ആണ് ഇതിൽ കീ കോമ്പൗണ്ട് ആയിട്ട് ഉള്ളത്. ഇനി ഇത് നമ്മുടെ DNA ഡാമേജിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യും. അതുമാത്രമല്ല ട്യൂമർ ഗ്രോത്തിനെ റെഡ്യൂസ് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ടൊമാറ്റോസ്. ടൊമാറ്റോസ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഇതിൽ ലൈക്കോപീൻ ആണ് അടങ്ങിയിട്ടുള്ളത് കീ കോമ്പൗണ്ട് ആയിട്ട്. ഇത് ക്യാൻസറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ, ലങ്ങിൻ്റെ, അതുപോലത്തെ സ്റ്റൊമക്ക്, അപ്പോൾ ഈ പറയുന്ന ക്യാൻസർ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് തൊലി കളയാൻ വേണ്ടിയിട്ട് നോക്കുക. ഒക്കെ ചില ആൾക്കാർക്ക് തൊലിയൊക്കെ ശരീരത്തിലോട്ട് കയറുന്ന സമയത്ത് ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തൊലി കളയാം. ഇനി അടുത്ത് നോക്കാൻ പറ്റുന്നതാണ് നട്ട്സ്. നട്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രസീൽ നട്ട്സ് ഉണ്ട്, വാൾനട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ആൽമണ്ട്സ് ഉണ്ട്. അപ്പോൾ വാൾനട്ട്സ്, ബ്രസീൽ നട്ട്സ് ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് എപ്പോഴും ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യുക. ഇതിൽ ധാരാളം സെലീനിയം അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒമേഗ അടങ്ങിയിട്ടുണ്ട്, പോളിഫിനോൾസ് ഉണ്ട്. കീ കോമ്പൗണ്ട്സ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് മഷ്റൂംസ്. മഷ്റൂംസിൽ ബീറ്റ ഗ്ലൂക്കൻസും അതുപോലെ തന്നെ പോളിസാക്രൈഡ്സ് ആണ് അടങ്ങിയിട്ടുള്ളത്. ഇത് ട്യൂമർ സെൽ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു. ഏഷ്യൻ കൺട്രീസിലൊക്കെ ട്രഡീഷണലി കൊടുക്കുന്നതാണ് മഷ്റൂം അടങ്ങിയിട്ടുള്ള മെഡിസിൻ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ പല രീതിയിൽ ഹെൽത്ത് റിസ്ക് ഓവർകം ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇലക്കറികൾ. ഇലക്കറികളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഫോളേറ്റ് ഉണ്ട്, കെറോട്ടിനോയിഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലാവിനോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ
നമ്മുടെ ശരീരത്തിലെ ഡൈജഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല ഇത് DNA ഡാമേജിൽ നിന്നും ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒഴിവാക്കാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ക്യാൻസറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ, ലങ്, സ്കിന്ന്, ഈ ക്യാൻസറൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തതാണ് ഫ്ലാക്സ് സീഡ്സ്. അപ്പോൾ ഫ്ലാക്സ് സീഡ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം omega-3 അടങ്ങിയിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലാക്സ് സീഡ്സ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഹോർമോൺ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫ്ലാക്സ് സീഡ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹെയർ ഗ്രോത്തിനൊക്കെ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് എന്നുള്ള കാര്യം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് രാവിലെ നിങ്ങൾക്ക് കുടിക്കാം. അല്ലെങ്കിൽ എല്ലാ നട്ട്സും ആഡ് ചെയ്തിട്ട് നമുക്കൊരു പൗഡർ ഫോമിലോട്ടേക്കും ആക്കിയിട്ട് ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ഞാൻ നിങ്ങൾക്ക് 10 തരത്തിലുള്ള ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ പറഞ്ഞു തന്നു. അതിൻ്റെ ഒപ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് സിഗരറ്റ് സ്മോക്കിംഗ്, അതുപോലെ തന്നെ ആൽക്കഹോൾ, ഇത് പൂർവാധികം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ഡയറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. എക്സസൈസും വർക്കൗട്ട് ചെയ്യാനും സ്ട്രെസ് ഫ്രീ ആവാനും കൂടെ നോക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഡയറ്റ് എടുക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ പറയുന്ന കാര്യങ്ങളാണ്. അതിനൊപ്പം തന്നെ ഡയറ്റിലോട്ടേക്ക് ഈ പറയുന്ന ഭക്ഷണങ്ങളൊക്കെ ആഡ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിൽ എത്രത്തോളം ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. പുറത്തുനിന്നുള്ള ഭക്ഷണമൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഇനി അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ഡോക്ടർ സരസ്വതി, QNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ.